ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി വെജിറ്റബിൾ ഡിഷിന്റെ റെസിപ്പിയുമായിട്ടാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. മത്തങ്ങയും പയറും എരിച്ചത് എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഞാനിന്ന് വെക്കുന്നത് മത്തങ്ങയും പയറും അല്ല, മത്തങ്ങയും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു എരിച്ചതാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാം കറക്റ്റ് അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കിലോ മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കറിയൊക്കെ വെക്കാനായിട്ട് നല്ലത് പച്ച മത്തങ്ങ കേട്ടോ നല്ലത്. നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പച്ച മത്തങ്ങയ്ക്കാണ് കിട്ടുന്നത്. സാധാരണ നമ്മൾ പഴുത്ത കളറും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ച കളറാണ് കറി വെക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റുള്ള മത്തങ്ങ. അപ്പോൾ പച്ച കളർ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് കഴുകി മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇടുക. അതുപോലെ തന്നെ നന്നായി വൃത്തിയായി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്കറിൽ വേവിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അതായത് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഒരു 2 വിസിൽ, ഏകദേശം ഒരു 10 മിനിറ്റ് അത് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആവി പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുക. അപ്പം മത്തങ്ങ നമുക്ക് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക. മത്തങ്ങ നന്നായിട്ട് വെന്തുടയണം ഈ കറിക്ക്. അപ്പോൾ നമ്മൾ ചെറിയ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു തേങ്ങമുറിയുടെ, അതായത് ഒരു തേങ്ങയുടെ അരമുറി, ആ അരമുറി നമുക്ക് തേങ്ങാപ്പീര നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 5-8 പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് കണക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം അരച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ കറിയിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമതും ഗ്യാസിന്റെ മുകളിലേക്ക് വെച്ചിട്ട് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് തിളപ്പിക്കുക, കറി തിളപ്പിക്കുക. അരപ്പും ചേർത്ത് കറി ഇളക്കി കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് ഇതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ചെറിയ പാൻ അടപ്പത്തേക്ക് വെച്ചിട്ട്, പാനോ ചീനച്ചട്ടിയോ അടപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി താളിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് നമ്മൾ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു മൂടിക വെച്ചിട്ട് അത് മൂടി വെക്കുക. പെട്ടെന്ന് ഇളക്കരുത്, അത് മൂടി വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ആ മൂടിക തുറന്ന് നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങയും ചെമ്മീനും കൂടിയിട്ടുള്ള അസലായിട്ടുള്ള കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. ഇത് നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കാണാം.